ഞങ്ങളങ്ങനെ റെഡിയാക്കി അപ്പൻ സ്റ്റേജിലേക്ക് കയറ്റിവിട്ട് ഈ ഒരു പാട്ട് വെച്ചിട്ടാട്ടോ പെർഫോം ചെയ്തത്. ഈ ഒരു സോങ് വെച്ചിട്ടാണ് അപ്പൻ പെർഫോം ചെയ്തത്. ഒരു തെങ്ങകയറ്റക്കാരനായിട്ടാട്ടോ പെർഫോം ചെയ്തത്. ഒരു നൈറ്റും കൊണ്ടാട്ടോ ആൾ പഠിച്ചതൊക്കെ ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ, ഒരു രക്ഷയുണ്ടായില്ല. അപ്പനും കൊണ്ട് ചേർന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അവിടെ ഓരോരുത്തരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എല്ലായിടത്തും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും നന്നായിട്ട് അവരുടെ കഴിവുകളൊക്കെ കൊണ്ടുവരാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാം. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു. അപ്പോഴേക്കും ഒരാൾ എനർജറ്റിക് ആയിട്ട് പാട്ടിനനുസരിച്ച് ചെമ്മീൻ ചാർന്നോലും അവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സിനെയും അപ്പോഴേക്കും കൂട്ടിനെ കിട്ടി. പിന്നെ കായിക പരിപാടികൾ തുടങ്ങി. കസേരകളി, ബോൾ പാസിങ്. അപ്പന് കസേരകളിക്കും ബോൾ പാസിങ്ങിനും ഫസ്റ്റ് സെക്കൻഡ് എല്ലാം കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡ് മൊമെൻറ്റ് പോലെയായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു മോള് വരച്ച ഡ്രോയിങ് ആയിട്ട് നന്നായിട്ട് അവൾ വരച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പ്രൈസ് കൊടുത്തു കേട്ടോ, ഒരു വേർതിരിവില്ലാതെ പ്രൈസ് കൊടുത്തു, ഒരേപോലത്തെ പ്രൈസ്. അവിടെ പ്രോഗ്രാമത്തിൽ വെച്ച് എല്ലാവർക്കും പ്രൈസ് കൊടുത്തു. ഈ അപ്പനും പ്രൈസ് വാങ്ങുമ്പോൾ അപ്പനും മെഡലും ഒരു ഫ്ലാസ്കുമാണ് പ്രൈസ് കിട്ടിയത്. പക്ഷെ ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര എഫേർട്ട് എടുത്തതിന് ഇത്രയൊക്കെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പാട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ ഫുൾ എനർജറ്റിക് ആയിട്ട് ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോകുന്നപ്പോൾ